ഇന്ന് നടന്ന ഇൻവെസ്റ്റർ ഡേ പ്രസന്റേഷനിൽ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നും വന്ന മികച്ച ഗൈഡൻസിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 1.65% ഉയർന്ന് 991 ക്ലോസിംഗ് നൽകി. 3.63 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 12.10, ഡിവിഡൻഡ് ഈൽഡ് 0.3%. ടാറ്റ മോട്ടോഴ്സിൻ്റെ 52 വീക്ക് ഹൈ 1065, 52 വീക്ക് ലോ 587. ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്കിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് സ്റ്റോക്ക് അല്പം ഇടിഞ്ഞെങ്കിലും 6 മാസം കൊണ്ട് സ്റ്റോക്ക് 37% റിട്ടേണും 2024 മാത്രം 25% റിട്ടേണും നൽകി. 2024 ഇൻഡെക്സ് വെറും 7% റിട്ടേൺ നൽകിയപ്പോഴാണ് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ടാറ്റ മോട്ടോഴ്സ് കാഴ്ചവെച്ചത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 503% റിട്ടേൺ ആണ് ടാറ്റ മോട്ടോഴ്സ് നൽകിയത്. ഇനി ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻവെസ്റ്റർ ഡേ പ്രസന്റേഷനിൽ കമ്പനി പുറത്തുവിട്ട അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ചില അംബീഷ്യസ് പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. രാജ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ് 2025 നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാകുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്. കൂടാതെ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 25% ഉയർത്താനും കമ്പനി ശ്രമിക്കുന്നു. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഇപ്പോൾ മാരുതി സുസുക്കിക്കും ഹ്യുണ്ടായിക്കും താഴെയാണ് ടാറ്റ മോട്ടോഴ്സ്. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ 14% മാർക്കറ്റ് ഷെയറാണുള്ളത്. ഇത് 2030 ഗ്രാജുവലി 18%വും 20%വുമാക്കി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അതായത് 5 വർഷം കൊണ്ട് മാർക്കറ്റ് ഷെയറിൽ ഗണ്യമായ വർധനവെന്ന റോഡ് മാപ്പാണ് കമ്പനിക്ക് മുന്നിലുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെയും കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെയും ഡീമർജർ അടുത്ത വർഷത്തോടുകൂടി പൂർത്തിയാക്കാൻ കമ്പനി ശ്രമിക്കും. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിയുടെ ഇപ്പോഴത്തെ എബിറ്റ 6.5%. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു എബിറ്റ ബ്രേക്ക് ഈവൻ വരുമെന്നും 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ എബിറ്റ 10% ഉയർത്തുക എന്നുള്ള ടാർഗറ്റും ടാറ്റ മോട്ടോഴ്സിനുണ്ട്. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ അതിൻ്റെ പോർട്ട്ഫോളിയോയെ കൂടുതൽ ഡൈവേഴ്സ് ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നു. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് 5 ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊഡക്റ്റുകളാണുള്ളത്. ഇതിനെ 10 വർദ്ധിപ്പിക്കുക എന്നുള്ള ടാർഗറ്റും ടാറ്റ മോട്ടോഴ്സിനുണ്ട്. ഇതിനുവേണ്ടി സിയറ, ഹാരിയർ, കർവ് തുടങ്ങിയ മോഡലുകളുടെ ഇലക്ട്രിക് വെഹിക്കിൾ വെർഷൻ അല്ലെങ്കിൽ EV വെർഷൻ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. 16,000 മുതൽ 18,000 കോടി രൂപ ഇലക്ട്രിക് വെഹിക്കിൾ കാപ്പെക്സിന് വേണ്ടി കമ്പനി നീക്കി വയ്ക്കുന്നുണ്ട്. വരുന്ന 2 വർഷം കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള ടാർഗറ്റാണ് ടാറ്റ മോട്ടോഴ്സിനുള്ളത്. കൂടാതെ 2 വർഷം കൊണ്ട് 50 ഇലക്ട്രിക് വെഹിക്കിളുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓപ്പൺ ചെയ്യാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പെർഫോമൻസിൽ ജഗ്വാർ ലാൻഡ് റോവർ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ പെർഫോമൻസും ഓരോ മാസം കഴിയുന്തോറും ഇംപ്രൂവ് ആയി വരികയാണ്. മെയ് മാസത്തെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് നമ്മൾ പരിശോധിച്ചാൽ 2023 മെയ് മാസത്തേക്കാളും സെയിൽസിൽ 29% വർധനവുണ്ടായി. 2023 മെയ് മാസത്തിൽ JLRൻ്റെ 4732 യൂണിറ്റിൻ്റെ സെയിലായിരുന്നു നടന്നത്. ഇപ്പോഴത് 6093 യൂണിറ്റായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. JLRൻ്റെ ക്വാർട്ടർലി റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 11% വർദ്ധിക്കുകയും കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 27% വർദ്ധിക്കുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മികച്ചതാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4 ടാറ്റ മോട്ടോഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 222% വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം 5,407 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 17,407 കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഫിനാൻഷ്യൽ ആൻഡ് ഹെൽത്ത് കൂടാതെ പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്റ്റ് ലൈനപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിനും സ്ട്രാറ്റജിക് ബിസിനസ് മൂവിനും കമ്പനി ശ്രമിക്കുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനി ആൾറെഡി ലീഡിംഗ് പൊസിഷനിലാണുള്ളത്. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതിനും മാർക്കറ്റ് പ്രസൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും 73% മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നതിനും ടാറ്റ മോട്ടോഴ്സ് ശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ്. ഈ അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആൾറെഡി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള കമൻട്രിയാണ് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൈഡൻസ് ആണ് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്.
986 എന്ന ലെവലിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1058 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആണ്. 1050 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് മറികടക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഫർദർ ബ്രേക്കൗട്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും ഏകദേശം 200 പോയിന്റിൻ്റെ അപ്സൈഡാണ് ടാറ്റ മോട്ടോഴ്സിൽ പ്രതീക്ഷിക്കേണ്ടത്. സ്റ്റോക്കിനെ സപ്പോർട്ടിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 900, 950 തുടങ്ങിയ സപ്പോർട്ടിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്